ഇനി മേലെ അപ്ഡേറ്റും ചോദിച്ചു വരുന്നതുകൊണ്ട് രാത്രി 12 മണിക്ക് ട്രെയിലർ റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കാം, ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 3 മിനിറ്റ് 50 സെക്കൻഡാ. മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രെയിലറാണെന്ന് തോന്നുന്നു. വലിയ പടം ആയതുകൊണ്ടായിരിക്കും മേ ബി. ഈ ആസ്പെക്ട് റേഷ്യോ എന്തായാലും ഇങ്ങനെ ചെയ്ത് നന്നായി. ലൈക്ക് എന്തായാലും തിയേറ്ററിൽ കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ബെറ്റർ. ഓക്കെ, കണ്ടോക്കാം. എടേ ലൈക്ക പ്രൊഡക്ഷൻസ് ആരാടേ ബിന്മാറിയെന്ന് പറഞ്ഞാൽ? ഫ്ലാഷ് ബാക്കിൽ സീൻസ് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ. ലുക്കായിട്ടുണ്ടല്ലോ ടോബി. സുരാജ് ഉണ്ടല്ലേ സീനില് പടത്തില്. തീരല്ലേ വില്ലനല്ലേ പുള്ളി? അതെ അതെ, കിഷോറുണ്ട്. ഓ ഡ്രഗ്സ്. ഇതാരുടെ ഇത്? തുർക്കി, ലണ്ടൻ, യമൻ. ലൊക്കേഷൻസ് ഒരുപാട്. സീനുണ്ടോ? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. അത് മുൻപത്തെ സ്റ്റോറിയാ അത്. ഗെയിം ഓഫ് ത്രോൺസിലെ മച്ചാൻ. പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് മോഡ് ഉണ്ടെന്ന് തോന്നുന്നു, സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിന്റെ. ബാബറി മസ്ജിദ് ആടേത്? പവർ, ഗ്രീഡ്, ചോപ്ര, വെഞ്ചൻസ്. ഫ്രെയിം എന്താടേ അത്? എന്ത് ഫ്രെയിം അത്? സെയിം ഫ്രെയിം അത്. അതെന്ത് ഷോട്ട്? അതെങ്ങനെയത്? ഹൗ ഹൗ what? മലയാള സിനിമ തന്നെയാ. ഇതാണോ ചേട്ടാ ചെറിയ പടം? ഇതാണല്ലേ ചെറിയ പടം? ഓക്കെ, മലയാള സിനിമ തന്നെയാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. ഇത്രയും ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എന്നല്ല, ഇതാണ് ഇതുവരെ ഇറങ്ങിയ ഒരു ബിഗ്ഗസ്റ്റ് മലയാളം ഫിലിം എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട്
ബട്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഇൻട്രസ്റ്റിംഗ് അല്ല, നല്ല കാര്യമായിട്ട് തോന്നിയത് ആ ട്രെയിലറിൻ്റെ ആസ്പെക്ട് റേഷ്യോ. കാരണം ഇത് തന്നെയാണ് തിയേറ്ററിൽ വരാൻ പോണത്, അപ്പോൾ എന്തായാലും മേളിലും താഴെ ബ്ലാക്ക് ബാസ് ഉണ്ടാവും എന്നുള്ളത് ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് തിങ്. പിന്നെ എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എന്നല്ല, ഇത് തന്നെയാണ് ബിഗ്ഗസ്റ്റ്, മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ലൊക്കേഷൻസ്, ഇത്രയും ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്ത പടം വേറെ ഉണ്ടാവും തോന്നുന്നില്ല. ഓവറോൾ ഇറ്റ്സ് ലുക്സ് മാസീവ്. ഭയങ്കരമായിട്ടും ഇപ്പം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല, ബട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി സീരിയസ് ആയിട്ട് എന്തായാലും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് എൻ്റെ ഒരു തോട്ടാണ്. കാരണം പ്രീവിയസ് വേർഷനിലാണെങ്കിലും ഡ്രഗ് കേസിനെ പറ്റിയിട്ടാണെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പടത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ മുൻപത്തെ കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ലൈക്ക് ബാബറി മസ്ജിദ് കണ്ടതുപോലെ തോന്നി, ഇനി മേ ബി അറിയില്ല, ബട്ട് കുറച്ച് റിലീജിയൻ്റെ പേരിൽ ഉണ്ടാകുന്ന വാറും കാര്യങ്ങളും എന്തായാലും ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല, ഇതെല്ലാം ജസ്റ്റ് ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. പിന്നെ കുറേ കൺട്രീസിലുള്ള, ബട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി ഇതിനകത്ത് സംസാരിക്കുന്ന, രാഷ്ട്രീയ പൊളിറ്റിക്സിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ ലൈക്ക് ഭീകര കമ്പാക്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഒരു 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 എലവേഷൻ. ഞാൻ മറ്റേ പ്രീവിയസ് വേർഷനിനകത്ത് ഉഷാ ഉതുപ്പിനെ വെച്ചിട്ട് ഒരു ടൈറ്റിൽ സോങ് കൊടുത്തിട്ടുണ്ടാവും, ബട്ട് ഇത് ആ ഒരു ഇൻട്രോ ലുക്സ് മാസീവ്. ലൈക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉള്ളൊരു, ഇതുവരെ കേൾക്കാത്തൊരു വോയിസ്, അതൊരു ഭയങ്കര ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ബീജം കേൾക്കുമ്പോൾ തന്നെ. ഇൻട്രോ സീൻ പ്രോമിസ് ആണ്, ഇത് സീൻ ആയിരിക്കും. ഇൻട്രോ സീൻ ഇതുവരെ കാണാത്തൊരു മോഹൻലാലിൻ്റെ പീക്ക് ഹൈ ആയിരിക്കും, അതെന്തായാലും ഉറപ്പാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, സയ്യിദ് ബസു എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഫുൾ എക്സൈറ്റഡ്. എന്തോരം കൺട്രീസിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എല്ലാം കൊണ്ട് സൂപ്പർ എക്സൈറ്റഡ്. ഗെയിം ഓഫ് ത്രോൺസിലെ മറ്റേ ക്യാരക്ടർ ചെയ്ത പുള്ളിയുണ്ട്. ഒരുപാട് എക്സൈറ്റഡ് ആവാൻ ഇനി ഒന്നും വേണ്ട. പടം കണ്ടിട്ട് ബാക്കി റിവ്യൂവിൽ കാണാം. ഓക്കെ.